ഈ കലിയുഗത്തിൽ നാമജപത്തിനാണ് ഋഷീശ്വരന്മാരും ഗുരുക്കന്മാരും ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നമശിവായ കുറേ ചൊല്ലി കഴിഞ്ഞാൽ ശക്തിയുടെ ബീജാക്ഷരവും കൂടി വരുമ്പോഴാണ് ആ പവർ വരുന്നത്. ചിരിച്ചു കാണിക്കുന്നവരൊന്നും നമ്മളെ സ്നേഹിക്കുന്നവരാവണമെന്നില്ല. അപ്പം നമുക്കൊരാളെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് കൂടുതൽ സംസാരിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇയാൾ വന്നാക്കണത് ഏതോ ഒരു ഗൂഢ ഉദ്ദേശമാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമി, ഈ പോസിറ്റീവ് ഓറകളെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റിവിറ്റി വളർത്താനും അതേപോലെ ചുറ്റിനുമുള്ള പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റിനും പോസിറ്റീവ് കാര്യങ്ങൾ നടക്കാനും ആ ഒരു ഓറ. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഓറകളില്ലേ, നെഗറ്റീവ് ഓറകളെ ഇല്ലാതാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓം ശ്രീ സായിരാം. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എൻ്റെ പേര് ശ്രീ നിത്യ സായീശ്വരാനന്ദ സരസ്വതി സ്വാമി. മങ്കര പാലക്കാട് പ്രഭാകരാനന്ദ സരസ്വതി സ്വാമിയിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏതാണ്ട് ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ടുള്ളൂ സന്യാസ ജീവിതത്തിലേക്ക് വന്നിട്ട്. വർഷങ്ങളായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പൂജാദികൾക്ക് പോയിരുന്നു. ഇപ്പം സന്യാസം സ്വീകരിച്ചപ്പോൾ പൂജാദികളൊക്കെ നിർത്തി ജ്യോതിഷം വയ്ക്കാൻ മാത്രം ഗുരുനാഥ അനുവാദം കൊടുത്തത്. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ആയിട്ടുള്ള വ്യത്യാസം. അപ്പം അതിന് ആചാര്യസ്വാമിയുടെ തന്നെ ഒരു മറുപടി ഉണ്ട്. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. നമ്മൾ സഹവർത്തിക്കുന്ന ആളുകളുടേതായ ആ സ്വഭാവ ഗുണങ്ങൾ ഒരു പരിധി വരെയും നമ്മളിലേക്ക് എത്തിപ്പോകും. നമ്മുടെ ഫ്രണ്ട്സ്, കൂട്ടുകാർ, നല്ല 4 കൂട്ടുകാർ, അതായത് ഒരു കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവം ഒരുവിധം നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. ആ കൂട്ടുകാരുടെ സ്വഭാവത്തിൻ്റെ ഒരു പരിധി വരെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂട്ടുന്ന കൂട്ടുകാർ സൽസ്വഭാവികളാണോ അതോ അല്ലാത്തതാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള നമ്മുടേതായ ഒരു ബുദ്ധി വെച്ചിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇന്ന്. പലരും ഇന്ന് പുറംമൂടിയിൽ ഭയങ്കര സ്നേഹം കാണിക്കും. ചിരിച്ചു കാണിക്കുന്നവരൊന്നും നമ്മളെ സ്നേഹിക്കുന്നവരാവണമെന്നില്ല. തീർച്ചയായിട്ടും. അപ്പം സ്നേഹം എന്നത് കൊടുത്ത കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്നത് പോലെ നമുക്ക് വലിയ നഷ്ടം. ഇപ്പം ഞാൻ പല അമ്മമാരോട് പറയേ, നമ്മൾ എന്തെങ്കിലും മനുഷ്യനെ ദാനം ചെയ്യണം. എൻ്റെ ഒരു ഒന്നുമില്ല സ്വാമി, ആര് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ നമുക്കൊന്ന് ചിരിച്ചൂടെ, ഒന്ന് പുഞ്ചിരിക്കുക. അതൊരു ചിരിച്ച മുഖത്തോടുകൂടി ഒരാളെ കാണുക എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര സന്തോഷം. ഈ എയറും വീർപ്പിച്ച് ഇങ്ങനെ നമ്മൾ പോകുന്നത് അതൊരു ബുദ്ധിമുട്ടല്ലേ മറ്റുള്ളവർ കാണുമ്പോൾ. ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം എപ്പോഴും മുഖത്തുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ കലികാലത്തിൽ നാമജപമാണ് ഏറ്റവും വലുത്. ഇപ്പം സത്യയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കലിയുഗത്തിൽ നാമജപത്തിനാണ് ഋഷീശ്വരന്മാരും ഗുരുക്കന്മാരും ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നാമം ചൊല്ലുക എന്നുള്ളത് ഗുരുപദേശത്തിൽ മന്ത്രം മേടിക്കുക, അല്ലാതെ നമ്മുടെ നക്ഷത്ര സംബന്ധമായിട്ട് മന്ത്രം മേടിക്കുക. ഇപ്പോൾ അതിരുടെ നക്ഷത്രം എന്താണ്? തിരുവാതിര നക്ഷത്രം സാധാരണ പറയും ശിവനുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രമാണ്, മിഥുനൻ രാശിക്കാരുടെയും. അതുകൊണ്ട് നമശിവായി ജപിക്കുക എന്ന് പറയും. പിന്നെ നമ്മുടെ ഗ്രഹനില വെച്ച് ഓരോ മന്ത്രങ്ങൾ വേറെ പറയോട്ടെ ഗുരുക്കന്മാർ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയും. ആ നമശിവായ ചൊല്ലി 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 നമ്മൾ ശിവനിൽ എത്തുക എന്നുള്ളത്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധന ഉർവാരുഹന്ത്ര മൃത്യുവർ മുക്ഷിയാമർന്നുള്ള ത്രയംബക മന്ത്രകളങ്ങളൊക്കെ വരും. ആ മന്ത്രത്തിലേക്ക് പോകുന്നതിന് ഓം നമശിവായ. ഈ നമശിവായ കുറേ ചൊല്ലി കഴിഞ്ഞാൽ ശക്തിയുടെ ബീജാക്ഷരവും കൂടി വരുമ്പോഴാണ് ആ പവർ വരുന്നത്. അപ്പോൾ ഓം ഹ്രീം നമശിവായ, ഓം ഹ്രീം നമശിവായ. ആ ശക്തി മന്ത്രത്തോടുകൂടി ശിവനെ പാർവതിയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് വരും. നമ്മൾ ഇത്ര ഒരു ജപിച്ച, ഇപ്പോൾ ഗായത്രി 24 അക്ഷരമാണ്, 23 ഉള്ളൂ. അതാണ് നിജർ ഗായത്രി ചന്ത എന്ന് പറയുമ്പോൾ ഒരു അര കുറവുണ്ട്. അപ്പോൾ 24 ലക്ഷം ഗായത്രി നമ്മൾ ഉപാസിച്ച് ജപിച്ച ദേവി പ്രത്യക്ഷപ്പെടും, നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ്. എന്നതുപോലെയാണ് ഓരോ മന്ത്രങ്ങൾക്കും. അപ്പോൾ കലികാലത്തിൽ ഓം നമഃ ശിവായ. പിന്നെ ഇതിന് എനിക്ക് സമയമുണ്ടാന്ന് ചോദിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിന് സത്യസായി ഒരു ചെറിയ എക്സാമ്പിൾ പറയും. ഈ ചോദ്യത്തിലൂടെ ഞാനത് പറയുന്നു. നാരദര് ഏതു നേരം ഓം നമോ നാരായണായ നാമോ നാരായണായ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മഹർഷിയാണ് നാരദ ഋഷി. ഇദ്ദേഹം 24 മണിക്കൂർ നാരായണനാമം ചൊല്ലണമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വയം ഒരു അഹങ്കാരം വന്നതായിട്ട് വിഷ്ണു ഭഗവാൻ മനസ്സിലാക്കി.
അപ്പോൾ പറഞ്ഞു, നാരദരെ, വൈകുണ്ഠത്തിൽ ഇപ്പോൾ ഈയിടെ ഞാൻ പുതിയ കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയും. അപ്പോൾ ഒരു കുട എണ്ണ തലയിൽ വെച്ചിട്ട് കൊടുത്തു. ഇതിന്ന് ഒരു തുള്ളി താഴ്ത്തു പോകാതെ ഈ വൈകുണ്ഠം ഒന്ന് ചുറ്റി വരാൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യന് ഏതാണ്ട് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് കണ്ണടച്ച് തുറക്കണ സമയമാണ്, ആയുസിൻ്റെ ചില കണക്കുകൾ വരുമ്പോൾ. അങ്ങനെ വൈകുണ്ഠമൊക്കെ കണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര പ്രാവശ്യം ഈ സമയം കൊണ്ട് എന്നെ വിളിച്ചു എന്ന് ചോദിച്ചു. അതെങ്ങനെ നിറച്ച് എണ്ണയല്ലേ ഇരിക്കണത്? അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിനു മുമ്പ് ഒരു സംഭവം കൂടി ഉണ്ടായി. അത് പറഞ്ഞാൽ ആ കഥക്ക് പൂർണ്ണത വരുള്ളൂ. എൻ്റെ ഒരു വലിയ ഭക്തൻ ഇന്ന ഗ്രാമത്തിലുണ്ട്, അയാളെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അയാൾ നോക്കിയപ്പോൾ, ഇദ്ദേഹം പോയി നോക്കിയപ്പോൾ രാവിലെ എഴുന്നേറ്റിരുന്ന് ഹരിയോ ഹരിയോ. അയാളത് കഴിഞ്ഞ് കലപ്പയൊക്കെ എടുത്ത് ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് ജോലിക്ക് പോയി. കിടക്കാൻ നേരത്തും വന്നിരുന്ന് ഹരിയോ ഹരിയോ 2 പ്രാവശ്യം ജപിച്ചു. അപ്പം നാരദർ പറഞ്ഞു, സദാ നാമം ചൊല്ലണം എന്നെ അയാൾ ഈ 2 പ്രാവശ്യം ചൊല്ലിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരീക്ഷണം വിഷ്ണു ഭഗവാൻ കാണിച്ചത്. അപ്പോൾ 24 മണിക്കൂർ സമയം കൊണ്ട് ഒരു കുട എണ്ണ കിട്ടിയപ്പോൾ ഭഗവാനെ വിളിക്കാൻ നാരദർക്ക് സാധിച്ചില്ല. അയാൾ എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും ആ നാമം ചൊല്ലിക്കൊണ്ടല്ലേ എഴുന്നേക്കുന്നത്. അപ്പം ഇതാ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, നാമത്തിൻ്റെ മഹാത്മ്യം. കലിയുഗത്തിൽ നാമം ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്ന് അവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ശക്തി വരും. ശക്തി വരുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് എനർജികൾ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഭഗവാൻ തരും. അതാണ് കൂടുതൽ പറയാനുള്ളത്. കാരണം ഇൻ്റർവ്യൂവിൽ നമുക്ക് കൂടുതൽ മന്ത്ര രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നെഗറ്റീവ് ഓറകളെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചുട്ടുപൊള്ളുന്ന ഒരു അനുഭവം വരും. ഒരു വളരെ ബൾഗറായിട്ട് നെഗറ്റീവ് എനർജിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വല്ലാത്ത വൈബ്രേഷൻ അനുഭവപ്പെടും. അപ്പോൾ അവിടെ നിന്ന് ഉടനെ അന്തരീക്ഷം വിട്ടുപോവുക, ആരെയും കുറ്റം പറയാതെ. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് അധികം കൂടുതൽ ഭക്ഷണമോ വെള്ളമൊന്നും കുടിക്കാതെ അവിടെ നിന്ന് പതുക്കെ നമ്മൾ മാറിക്കളയാം. അപ്പം നമുക്കൊരാളെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് കൂടുതൽ സംസാരിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇയാൾ വന്നാക്കണത് ഏതോ ഒരു ഗൂഢ ഉദ്ദേശമാണ്. നാമജല്ലി പവർ ഉണ്ടായാലത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ എല്ലാവരോടും ഇതൊന്നും അങ്ങനത്തെ ആളാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ജീവിതത്തിൽ കുറേ മുന്നോട്ട് പോയാൽ കലിയുഗത്തിൽ നാമം ചൊല്ലി മുന്നോട്ട് പോകുന്ന മനുഷ്യനെ ഈശ്വരൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നെഗറ്റീവ് ഓറകളെ ഇല്ലാതാക്കാൻ സാധിക്കും, പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ജപത്തെ പറ്റി പറഞ്ഞല്ലോ, ഇപ്പൊ എൻ്റെ നാളെ വെച്ച് എനിക്ക് ശിവനെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ നാളനുസരിച്ച് ജപത്തിന്റെ രീതികൾ മാറും. നാളിനനുസരിച്ചും നമ്മുടെ ഗ്രഹനില അനുസരിച്ചും മാറാൻ പറ്റും. എല്ലാ ജ്യോതിഷ സംബന്ധമായിട്ട് ഈ 27 നക്ഷത്രവും അഭിജിത്ത് ഉൾപ്പെടെ 28 നക്ഷത്രവും നല്ലത് തന്നെയാണ്. പക്ഷെ ജനന സമയമുണ്ട്. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെയാണ് ഒരു പ്രജ ജനിക്കണം, കുഞ്ഞ് ജനിക്കണം. അപ്പം അവരെ ഇപ്പം നമ്മൾ ശാസ്ത്രപ്രകാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. സന്ധ്യാസമയത്ത് സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. അമാവാസി, മോശം അഷ്ടമി, ചതുർദശി, ഇങ്ങനെയുള്ള മോശം തിഥികളിൽ സ്ത്രീ പുരുഷ ബന്ധം വരാൻ പാടില്ല. ഇതൊക്കെ ശരിക്കും നോക്കുന്നത് പഴയ ബ്രാഹ്മൺസ് നോക്കുമായിരുന്നു. അതാണ് അവരുടെ മഹത്വം ഒന്ന് കൂടുതൽ പറയുന്നത്. വല്ലവരും മറ്റേ പഴയ ആളുകൾ നോക്കുമായിരുന്നു. കാരണം ശാസ്ത്രം അറിയാവുന്നവർ ഇത് നോക്കും. അവരുടെ വിവാഹം കഴിഞ്ഞാൽ വേളി മുഹൂർത്തവും ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ ഓരോ മുഹൂർത്തങ്ങൾ പറയും. ആ കൂട്ടത്തിൽ സ്ത്രീയുടെ റൂമിലേക്ക് ആദ്യമായിട്ട് പുതിയ വരനെ വിടണമെങ്കിൽ ആ ടൈം ഫിക്സ് ചെയ്യും. എന്നിട്ട് ആ സമയത്ത് ഇവരുടെ ബന്ധം ഏർപ്പെടാക്കും. ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ആ ഡേറ്റും സമയവും കുറിച്ച് വെച്ചിട്ട് ആ മാസം കുട്ടി മെൻസസ് ആയില്ലെങ്കിൽ അത് വെച്ചിട്ട് ജാതകം എഴുതും. അത് വളരെ അച്ചട്ടായിരിക്കും. സാധാരണ നമ്മൾ കുട്ടി ജനിച്ച് ആസ്പത്രിയിൽ പോയിട്ട് ചിലപ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നേഴ്സ് വന്ന് ടൈം പറയണം. അപ്പോൾ ടൈം കറക്റ്റ് കിട്ടാൻ ഏറ്റവും നല്ലത് ഒരു കുട്ടി ആ അമ്മയുടെ യോനിയിൽ നിന്ന് പുറത്തു വരുന്നുള്ള ആ സമയം കറക്റ്റ് കിട്ടിയാൽ ജാതകം കറക്റ്റായിരിക്കും. ജ്യോതിഷം ശാസ്ത്രം വളരെ എഫക്റ്റീവാണ്. പക്ഷെ ജ്യോതിഷം 100% പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പലരും ഉദരനിമിത്തം ബഹുഹൃത വേഷത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന കാലമാണ്. ഇത് ബിസിനസ്സായിട്ട് മാറ്റുന്നവരുണ്ട്.